അങ്ങനെയാണല്ലേ നമുക്ക് തിരുവനന്തപുരം വിട്ടാലോ? അവിടെ ആകുമ്പോൾ ശംഖുമുഖത്ത് ഇറങ്ങി അടിച്ചിങ്ങ് പോരെ. ഭയങ്കര ദൂരമാണ് തിരുവനന്തപുരം ഒക്കെ. ഞാൻ പറയാം, ഒരു ഫ്രഷ് സ്ഥലം വണ്ടർല. പിന്നെ എവിടെ പോകുന്നു പറയുന്നേ? നമുക്ക് പോവാൻ എറണാകുളത്തിൽ ഉണ്ടല്ലോ. എന്ത് നല്ല കാര്യം പറഞ്ഞാലേ ഞാൻ ഇതിന് പോകുമ്പോഴുണ്ട്. എനിക്കറിയാം ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. ഞാൻ മെഴുകുതിരി വന്നിട്ടുണ്ട്. നേരത്തെ കണ്ടല്ലേ? അതാ. അപ്പം മെഴുകുതിരി ഉണ്ടായിരുന്നത് വലിയ ഉപകാരമായി അല്ലേ? മെഴുകുതിരി കത്തിച്ച സ്ഥിതിക്ക് മെഴുകുതിരിയെ കുറിച്ച് ജെറിന് കഥ പറയാനുണ്ട്. എന്താ പറയുന്നത്? മെഴുകുതിരി കത്തുന്നു, ഉരുകുന്നു, വീണ്ടും മെഴുകുതിരിയെ കുറിച്ച് എന്തോ പറയാനാണ്. എന്നാൽ മെഴുകുതിരിയെ കുറിച്ച് ഈ നോമ്പ് കാലഘട്ടത്തിൽ നമുക്ക് പറയാൻ കുറച്ച് കാര്യങ്ങളുണ്ട്. ഒന്ന്, മെഴുകുതിരിയെ കുറിച്ച് പറയുമ്പം ഉരുകും തോറും വെളിച്ചം പകരുന്ന ഒന്നാണ് മെഴുകുതിരി. സ്വയം ഉരുകിത്തീരുമ്പോഴും അത് മറ്റുള്ളവർക്ക് വെളിച്ചം കൊടുക്കുന്നു എന്നുള്ളതാണ്. രണ്ട്, ഈ മെഴുകുതിരിയിൽ ഏറ്റവും എനിക്കിഷ്ടപ്പെട്ടൊരു കാര്യമുണ്ട്. ഈ മെഴുകുതിരി ഒരിക്കലും ഇരുട്ടിനെ കുറ്റം പറയുന്നില്ല, അത് പ്രകാശിക്കുകയാണ്. അത് മാത്രമല്ല, എത്ര കൂരിരുട്ടാണെങ്കിലും അത് പ്രകാശിക്കുമ്പോൾ ഇരുട്ട് അവിടെ കുറഞ്ഞു പോവുകയാണ്. അതിനേക്കാളൊക്കെ ഉപരിയായി ഞാൻ നിങ്ങളൊരു കാര്യം പഠിപ്പിക്കാം. നിങ്ങളുടെ കയ്യിൽ മെഴുകുതിരി വേറെ ഉണ്ടോ? ഞാൻ ഓർമ്മയെടുത്തേ അത്. ഇതിൽ നിന്ന് ഓരോന്ന് അങ്ങോട്ട് കത്തിച്ചാട്ട് നമുക്ക് ഓരോരുത്തർക്കും ഓരോന്ന് കത്തിച്ച് എടുക്കാൻ പറ്റും. ഈ മെഴുകുതിരി കത്തുമ്പോൾ ഒരു ചെറിയ കാര്യം നമ്മൾ പഠിക്കുന്നുണ്ട്. ഈ മെഴുകുതിരിയുടെ ഏറ്റവും വലിയ പ്രത്യേകത, ഇത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുമ്പോഴും ഇതിൻ്റെ പ്രകാശം ഒട്ടും കുറഞ്ഞു പോവുകയോ ഇത് ഒരിക്കലും കൂടിപ്പോവുകയോ ചെയ്യുന്നില്ല. അത് അതായി തന്നെ തുടരുന്നു എന്നുള്ളതാണ്. നിശബ്ദമായി ഈ ലോകത്തെ പ്രകാശിപ്പിക്കുന്നതാണ് ഈ മെഴുകുതിരി. അതിനേക്കാളും മറ്റൊരു കാര്യം പറഞ്ഞാൽ, നമുക്കും ഈ നോമ്പ് കാലഘട്ടങ്ങളിൽ ഉരുകിയാലും പ്രകാശമായി തീരാം. നമുക്ക് മറ്റൊരു കാര്യമുണ്ട്, നമ്മുടെ വെട്ടം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാം. നിശബ്ദമായി എത്ര കൂരിരുട്ടിനെയും ഈ ചെറിയ മെഴുകുതിരി പോലെ പ്രകാശമാക്കാം. നല്ല ചെറിയ ഒരു നെഗറ്റീവ് കാര്യം കൂടെ ഉണ്ട്. അത് നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. മെഴുകുതിരി ഇങ്ങനെ കത്തി എല്ലാവർക്കും വെട്ടം കൊടുക്കുമ്പോൾ ഇതിൻ്റെ ഈ താഴ്വശത്തുണ്ടല്ലോ ചെറിയ ഇരുട്ട് എപ്പോഴും അനുഭവപ്പെടുന്നുണ്ട്. അത് നമ്മൾ ശ്രദ്ധിക്കണം. ഈ നോമ്പ് കാലഘട്ടങ്ങളിൽ നമ്മളിങ്ങനെ എല്ലാവർക്കും പ്രകാശം കൊടുക്കുമ്പോൾ സ്വയപരിശോധനയ്ക്ക് തയ്യാറാകണം, നമ്മൾ ശരിക്കും പ്രകാശിക്കുന്നുണ്ടോ എന്ന്. അതുകൊണ്ട് നമ്മൾ പ്രകാശമായി തീരാനാണ്, വെളിച്ചമായി തീരാനാണ് ഈ നോമ്പുകാലം. നമുക്ക് ഇങ്ങനെ പാടാൻ കഴിയും.